നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ? ഇത് 3-ാം തീയതി എടുത്ത വീഡിയോ ആണ്. നമ്മൾ പൊങ്കാലേൻ്റെ അന്ന് വീട്ടിൽ പൊങ്കാലിടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 3-ാമത്തെ തവണയാണ് എൻ്റെ വീട്ടിൽ പൊങ്കാലിടുന്നത്. എനിക്ക് ആറ്റുകാൽ പോയി പൊങ്കാലിടാൻ ആഗ്രഹമുണ്ട്. അടുത്ത കൊല്ലെങ്കിലും എനിക്ക് ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഷ്ടികയൊക്കെ അച്ഛൻ തലേന്ന് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഇഷ്ടികയാണ്. അപ്പോൾ അതൊക്കെ നന്നായി കഴുകിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചാണം തേച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് 3 ഇഷ്ടികകൾ വെച്ചിട്ട് പിന്നെ നമ്മൾ ആദ്യം ഗണപതിക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഗണപതിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഴം, ശർക്കര, മലര്, അവിൽ, പിന്നെ മുന്തിരി, കൽക്കണ്ടം ഇതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കഴിഞ്ഞ തവണ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ആറ്റുകാൽ പൊങ്കാലിടാൻ പോയിട്ട് കൊണ്ടുതന്ന ഫോട്ടോ ആണ്. ആറ്റുകാലമ്മേൻ്റെ ഫോട്ടോയും പിന്നെ എൻ്റെ അടുത്ത് ചെറിയൊരു ഗണപതിൻ്റെ ഒരു വിഗ്രഹം മാതിരി ഒരു ഇതുണ്ടായിരുന്നു. അതും കൂടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ പൊങ്കാലിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊങ്കാല ഇടാൻ 9:45 സമയം നമ്മൾ ടി വിയിൽ പറയുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മൾ അടുപ്പ് കൂട്ടുക. അവിടെ ഭണ്ഡാരടുപ്പിൽ അടുപ്പ് കൂട്ടി കഴിയുമ്പോഴാണല്ലോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ വേഗം കുറിയൊക്കെ ചാലിച്ച് ഇഷ്ടികേൻ്റെ മേലും പിന്നെ കലത്തിൻ്റെ മേലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ടി വിയിൽ പറയുമ്പോൾ നമ്മളിവിടെ അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും ആറ്റുകാലമ്മ സാധിച്ചു തരുമെന്നാണ് പറയാറ്. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വെള്ളം ചെറുതായിട്ട് തിളച്ചപ്പോൾ അരി ഇട്ടു. അപ്പോൾ അരി നന്നായി കഴുകി. അത് കൂടെ അമ്മയും സഹായത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. തിളച്ച് മറിയണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഓരോ ദിശയാണ് പറയാറ്. എനിക്ക് ഇത്തവണ കിഴക്കോട്ടേക്കാണ് പൊങ്കാല തിളച്ച് തൂങ്ങിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസത്തിൽ ശർക്കര, മുന്തിരി, കൽക്കണ്ടം, തേങ്ങ, പഴം അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല പായസം ഉണ്ടാക്കിയത്. പിന്നെ അവസാനം കുറച്ച് നെയ്യ് ഒഴിച്ച് 15-നാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ട ടൈം ടി വിയിൽ പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.